ഡോക്ടർ പത്മകുമാറിലേക്ക് പോകുമ്പോൾ ഈ സൂചിപ്പിക്കുന്ന പോലെ രാഷ്ട്രീയം ഉണ്ടാകാൻ പാടില്ല, ചൂഷണം ഉണ്ടാകാൻ പാടില്ല. 2018 നമ്മൾ പ്രളയത്തെ അതിജീവിച്ച് ഇതാ വർഷങ്ങൾ എത്ര പിന്നിട്ടിരിക്കുന്നു. ഇതിനിടയിൽ കാര്യമായ ഒരു ഇടപെടലും ഈ മേഖലയിൽ ഉണ്ടായില്ല എന്നതല്ലേ വസ്തുത ഡോക്ടർ പത്മകുമാർ? ശരിയാണ്. എനിക്ക് തോന്നുന്നു ഞാനൊരു അസ്വസ്ഥമായ മനസ്സോടുകൂടിയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കുഴിക്കുക ജലം ഉൾക്കൊള്ളാനുള്ള ശേഷി കുറഞ്ഞു എന്ന് പ്രചണ്ഡമായ പ്രചാരവേലയാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജലാശയങ്ങളെ കയ്യേറിയിട്ട് മനുഷ്യന്റെ ഇടപെടൽ പോലും വിസ്തൃതിയിലും മറ്റും വ്യാപകമായ മാറ്റങ്ങൾ അല്ലെങ്കിൽ കുറവ് സംഭവിച്ചപ്പോൾ കുഴിക്കുക എന്ന് പറയുകയാണ്. ഞാൻ കുട്ടനാട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്. കായലിന്റെ കാര്യമാണ്. കഴിഞ്ഞ ഒരു വർഷം കായലിൽ പലയിടങ്ങളിൽ വ്യാപകമായി കുഴിച്ചു. എക്കൽ മാറ്റാനാണെന്നാണ് പറയുക. എക്കൽ മാറ്റാനാണെന്ന വ്യാജേന സക്ഷൻ ഡ്രഡ്ജിങ് ഉപയോഗിച്ച്, സക്ഷൻ ഡ്രഡ്ജിങ് ഒരിക്കലും എക്കൽ മാറ്റാനുള്ള വഴിയല്ല. അടിയിൽ നിന്ന് മണൽ സക്ക് ചെയ്തെടുത്ത് ഒരു സ്ഥലത്ത് കൂട്ടി എക്കൽ മുഴുവൻ തിരിച്ച് കായലിലോട്ടും ജലാശയങ്ങളിലോട്ടും വിട്ട് മണൽ എടുക്കുന്ന ഒരു വ്യാപകമായിട്ടുള്ള ഒരു പ്രവർത്തനം കഴിഞ്ഞ വർഷം നടന്നു. ഇത് കായലിന്റെ വിസ്തീർണം വർദ്ധിപ്പിച്ചു, ജലശേഷി വർദ്ധിപ്പിച്ചു. വെള്ളം ഉൾക്കൊള്ളാനുള്ള സ്ഥലമല്ല നമ്മുടെ ജലാശയങ്ങൾ, മറിച്ച് കടലിലോട്ട് കടത്തിവിടാനുള്ള. ഇറ്റ് ഈസ് നോട്ട് ടു കണ്ടെയ്ൻ വാട്ടർ ബട്ട് ടു കൺവേ വാട്ടർ. അതിന് തടസ്സമുണ്ടാകുന്ന ഇടത്ത് ഉള്ള തടസ്സങ്ങൾ മാറ്റിക്കൊടുക്കണം. അതിന് യാതൊരു സംശയമില്ല. എക്കലാണേലും മണലാണേലും നദികളിലൂടെ ആണേലും കായലിലൂടെ ആണേലും ഒഴുകുന്നതിന്, കടലിലോട്ട് പോകുന്നതിന് തടസ്സമുണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കണം. അതിനപ്പുറത്തോട്ട് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഖനനം ചെയ്തിട്ടുള്ള ഏതൊരു സ്ഥലത്തിനും അത് പ്രതിലോമകരമാണ്. തിരിച്ച് കടലേറ്റത്തിനും വ്യാപകമായ ലവണവൽക്കരണത്തിനും വഴിവെക്കും. ഇതാണ് ഞങ്ങളുടെ അനുഭവം. കഴിഞ്ഞ വർഷം തോട്ടപ്പള്ളിയുടെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ലീഡിംഗ് ചാനലിൽ വ്യാപകമായി കുഴിക്കുകയാണ് മണലെടുക്കാൻ വേണ്ടി. എന്താ എക്കൽ മാറ്റാനാണെന്ന വ്യാജേനയാണ്. ഡ്രഡ്ജർ വെച്ചടിക്കുകയാണ്. ലോകത്തൊരാൾ എല്ലാവർക്കും അറിയാം, ഡ്രഡ്ജർ കൊണ്ട് സക്ക് ചെയ്ത് എക്കൽ മാറില്ല. എക്കൽ മാറ്റണമെങ്കിൽ നമുക്ക് ഗ്രാബർ ഉപയോഗിക്കണം. അതിനെപ്പറ്റി കേട്ടുകേഴ്വി പോലും ഉണ്ടാവില്ല ഈ നടത്തുന്ന ഉദ്യോഗസ്ഥർക്ക്. കട്ട കുത്തുന്നതിന് പോലെ എടുത്തു മാറ്റാൻ ഉള്ള സമ്പ്രദായം, അത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കണം. പക്ഷെ അതിനു പകരം മണലൂറ്റലാണ്. അവിടെ ഹിമാലയ പർവ്വതം പോലെ കൂട്ടിയിട്ടിരിക്കുന്ന മണൽ മുനകൾ നിങ്ങൾക്ക് തോട്ടപ്പള്ളിയിൽ ചെന്നാൽ കാണാം. അതുപോലെ തന്നെ വേമ്പനാട്ട് കായലിന്റെ പടിഞ്ഞാറൻ തീരത്ത്, അത് ആലപ്പുഴയുടെ ഭാഗത്ത് അല്ലെങ്കിൽ തണ്ണീർമുഖത്തിന്റെ ഭാഗത്ത്, അതിനപ്പുറത്ത് കക്കാച്ചെറ്റകൾ വരെ മണൽ മാത്രമല്ല, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കക്കയുടെ 70% വേമ്പനാട്ട് കായലിലാണ്. ആ കായലില് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രജനന മേഖല എന്ന് പറയുന്നത് കക്കാച്ചെറ്റ അല്ലെങ്കിൽ ക്ലാം ബെഡ്സ് വരെ വലിച്ചെടുക്കുന്ന സാഹചര്യമാണ്. നദികളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. നദികളിൽ ഇപ്പൊ നേരത്തെ രാജീവ് സൂചിപ്പിച്ചു, ഏറ്റവും വ്യാപകമായ രീതിയിൽ നന്നായിട്ട് മണലെടുത്ത സ്ഥലങ്ങളാണ് ആ തീരത്തുള്ള കടമ്പ് മരങ്ങള്, ഇല്ലിക്കാടുകള്, അതുപോലെ തന്നെ കാട്ടാത്ത ഇങ്ങനെയുള്ള വൃക്ഷങ്ങൾ മുഴുവൻ തകർത്തുകൊണ്ട് വ്യാപകമായ രീതിയിൽ മണലെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ തീരങ്ങളുടെ സ്റ്റെബിലിറ്റി നശിപ്പിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. നീരൊഴുക്കിന് സൗകര്യപ്പെടുന്ന രീതിയിലുള്ള സാഹചര്യം സൃഷ്ടിക്കുക, അതിനപ്പുറത്തോട്ട്. പക്ഷെ യഥാർത്ഥത്തിൽ റൂം ഫോർ റിവർ എന്ന് പറയുന്നത് ഇതല്ല. ജലാശയങ്ങളുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ വെള്ളം ഉൾക്കൊള്ളാനുള്ള പ്രദേശങ്ങൾ സംരക്ഷിക്കേണ്ടതാണ്. നമുക്ക് കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം, വേമ്പനാടിനെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാനുള്ള പാടശേഖരങ്ങളാണ് പോൾഡേഴ്സ്. പണ്ട് കാലത്ത് എന്താണ്, കൃഷി കഴിഞ്ഞ് ഇതിലൂടെ സഞ്ചരിക്കുമായിരുന്നു. വെള്ളം അവസാനത്തെ കട്ടയെടുത്താൽ തുറന്നു വെച്ച് വെള്ളം കയറ്റി മുക്കുമായിരുന്നു. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള പ്രദേശങ്ങൾ, അത് റിവറിന്റെ, നദികളുടെ ഫ്ലഡ് പ്ലെയിൻസ് ആ ഫ്ലഡ് പ്ലെയിൻസ് സംരക്ഷിക്കാനുള്ള പ്രവർത്തനമാണ് അനിവാര്യമായിട്ട് ഉണ്ടാകാനുള്ളത്. അതായത് അവിടെയാണ് വെള്ളം ഉൾക്കൊള്ളാനും അതോടൊപ്പം തന്നെ വെള്ളം കടത്തിവിടാനും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ജലശേഷി കുറഞ്ഞു, കുഴിക്കുക നമ്മൾ എവിടെ എത്തും എന്ന് എനിക്ക് അറിയില്ല. അതാണ് കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെ പോകുന്നില്ല എങ്കിൽ ചെറിയൊരു മഴ പെയ്താൽ പോലും ആളുകൾ ദുരിതത്തിലാകുന്ന സാഹചര്യം ആവർത്തിക്കപ്പെടും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.